അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ സുഖമായി പോണു. അപ്പം ഇന്നലെയും മിഞ്ഞാന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. കുറേ ആൾക്കാർ എന്നെ മറന്നിട്ടുണ്ടാവും. അപ്പം ഈ അലർജി കാരണം രണ്ട് മൂക്കും ഇങ്ങോട്ട് അടക്കും. കാലാവസ്ഥയൊക്കെ മാറിയില്ലേ, അപ്പോൾ വർത്താനം പറയാനൊക്കെ എനിക്കൊരു മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഇന്ന് അടുക്കളയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി വഴുതനങ്ങക്കറിയും പിന്നെ ചായക്ക് കടി ഉണ്ടാക്കണ നൂൽപുട്ടാണ്. പിന്നെ കേബേജ് തോരനും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. കേബേജ് നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്നങ്ങോട്ട് നേരാക്കി വെച്ചിട്ടുണ്ട്. വഴുതനങ്ങക്കറിക്ക് ഒരു പൊടി ചെറുള്ളി വേണം, പിന്നെ ലേസം വെളുത്തുള്ളി വേണം. അപ്പോൾ അവിടെ ഇരുന്നുങ്ങാണ്ട് അങ്ങനെ നേരാക്കിട്ടോ. പിന്നെ കേബേജ് അരിഞ്ഞു, ക്യാരറ്റ് നുറുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ലേശം വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചോറൊന്നും വെക്കണില്ല, അന്നലത്തെ ചോറ് തന്നെ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ചൂടാ, അല്ലെങ്കിൽ ചോറ് വേണമെങ്കിൽ വെക്കാന്നൊക്കെ കരുതിങ്ങാണ്ട് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ആ വെള്ളം നല്ലോണം തിളക്കണുണ്ട്. അപ്പം ഇതിൽ നിന്നൊരു കോപ്പ വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് നൂൽപുട്ടിന് പൊടി കുഴക്കണമല്ലോ. അപ്പം അതൊക്കെ അവിടെ അളന്ന് ശരിയാക്കി വെച്ചിരുന്നു. അതൊന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഇങ്ങോട്ട് നൂൽപുട്ടിനുള്ള പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയം ഉണ്ടാവും കേട്ടോ. നമ്മൾ ചിലവിലൊക്കെ വെള്ളം ഒന്നും ഇങ്ങോട്ട് ചൂടായിട്ടാണ് നൂൽപുട്ടിന് പൊടി കുഴക്കുക. പക്ഷേ അപ്പോഴാണ് ഈ നൂൽപുട്ട് ബലമായി വരുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ പൊടി കുഴക്കുമ്പോൾ ലേശം വെളിച്ചെണ്ണ കൊണ്ട് ഒറ്റിച്ച് പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയമുള്ള നൂൽപുട്ട് കിട്ടും. അതിൻ്റെ ശേഷം ഞാൻ ഈ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ അതിക്കൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇന്നലത്തെ വറ്റ് കെഗ്ഗി വെച്ചിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ആ പഴഞ്ചൂരില്ലാതിരിക്കാനാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉണ്ടാവില്ല, എന്നാലും ലേസപ്പിടുന്നത് നല്ലതാട്ടോ. അതിൻ്റെ ശേഷം ആ നൂൽപുട്ടിൻ്റെ തട്ടുമ്മയൊക്കെ ലേസം വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നൂൽപുട്ടിന് പൊടി ആക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ വെച്ച് നല്ലോ അമർത്തണം. എയർ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീച്ചാനും ഭയങ്കര പ്രയാസമായിക്കാരം. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയറായിങ്ങാണ്ട് നല്ലപോലെ ഇങ്ങോട്ട് പീഞ്ഞാൽ പോരൂല കേട്ടോ. ഇങ്ങനെ നല്ല കൈ വെച്ച് അമർത്തി ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ മാല പോലെ പീഞ്ഞാൽ പോരും ചെയ്യും. സോഫ്റ്റ് അല്ലേ, പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഞങ്ങൾക്കില്ല നൂൽപുട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നായ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തുക്കണത് നൂൽപുട്ട് ചുടാൻ. അങ്ങനെ അത് ഇഡ്ഡലി പാത്രത്തേക്ക് വെച്ച് കൊടുത്ത് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇങ്ങോട്ട് വിസിലടിച്ചും ചെയ്യട്ടെ. പിന്നെ ചോറ് അടുപ്പത്തുണ്ടല്ലോ, അത് തിളക്കും ചെയ്യട്ടെ. അപ്പത്തിന് മീനൊന്നും അങ്ങോട്ട് നന്നാക്കട്ടെ കേട്ടോ. മീൻ എളുപ്പമുണ്ട് നേരാക്കി എടുക്കാൻ. അതിലാവുമ്പോൾ ഒരു പണിയില്ലല്ലോ, വാലും ഇതൊക്കെ ഒന്നിട്ട് കയളഞ്ഞിട്ട് എളുപ്പം ഇങ്ങോട്ട് ഇതാക്കിയാൽ മതിയല്ലോ. മത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് നേരാക്കാൻ കുറച്ച് ഇടങ്ങറാണ്. അങ്ങനെ ആ മീൻ ഞാൻ ഇന്ന് എന്താ കാട്ടുന്നത് വെച്ചാൽ ഇങ്ങനെ ഓരോന്നായിങ്ങാണ്ട് അങ്ങോട്ട് പൊരിച്ചാനാണ്. മുറിച്ചാനോട്ടില്ലേനും, മുറിച്ചാൽ ചെറിയ കഷ്ണങ്ങളാവും. അപ്പം അങ്ങനെ വരഞ്ഞിങ്ങാണ്ട് ഇവിടെ കൊടുന്ന് ആ ഉടനെ തന്നെ മസാലയും പാടെ തേച്ച് വെക്കുകയാണ്. ഉള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. ലേസം അതും ചതച്ച് കൂട്ടണം. കുരുമുളകൊന്നും കൂട്ടണില്ല, കുരുമുളക് പൊടിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർക്കിട്ട് അതൊന്നും അരഞ്ഞ് കിട്ടൂല കേട്ടോ. കാരണം ലേസാവുമ്പോൾ അരഞ്ഞ് കിട്ടാൻ ഭയങ്കര ഇടങ്ങറാണ്. അപ്പം അമ്മിക്കുട്ടി കൊണ്ട് എളുപ്പമാണ് കുത്തിങ്ങാണ്ട് അധികം അങ്ങോട്ട് ഇടുക. പണി എളുപ്പമാണേനും. പിന്നെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് മസാല പൊടിച്ചട്ടെ. അപ്പത്തിന് നമ്മളെ കുക്കർ അവിടെ അങ്ങനെ വിസിലടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി അതൊന്നും ഇങ്ങോട്ട് തട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ശേഷം ഇതിൽ തന്നെ വെച്ച് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മയല്ല നൂൽപുട്ടാണ് ഇങ്ങോട്ട് ബലമായി വരും. അങ്ങനെ അതൊക്കെ ഞാൻ അവിടെ വീതനമാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ ചട്ടി അടുപ്പത്ത് വെച്ച് ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലേസം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ കേബേജ് തോരനാണ് കേട്ടോ വെക്കണ്, ഉപ്പേരി ആക്കിയിട്ടല്ല. കേബേജും ക്യാരറ്റും നുറുക്കിയിരുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരുപാടായിട്ടൊത്ത് കൊടുന്നിട്ട് അത് ഞാൻ പച്ചക്ക് ഇങ്ങനെ മക്കൾക്ക് ഇരുന്ന് തിന്നാലോ വെച്ചിട്ടാണ്. അപ്പം അതിൽ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്, ഞാൻ അത് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പം അതിൽ കൂടാണ് നുറുക്കി ഇട്ട് കൊടുത്തു. ലേസം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തു. അപ്പം അതിൽ ഒരു തോലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അതാണ് കേട്ടോ ഇപ്പം ഞാനീ നുറുക്കണത്, വേറെ ഒന്നുമല്ല. അങ്ങനെ തീയാണ് കുറച്ച് വെച്ച് അങ്ങോട്ട് മൂടി വെക്കുക. ആവിക്ക് കടന്നങ്ങനെ വേവണല്ല കേബേജ്. അല്ലാതെ ഇങ്ങോട്ട് വേവാൻ പറ്റൂല. പക്ഷെ കേബേജ് നല്ല വേവിച്ചിട്ട് വേണം തിന്നാൻ എന്നൊക്കെ പറയണേ കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ നൂൽപുട്ടൊക്കെ ഒന്ന് ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മയമുള്ള നൂൽപുട്ടാണ്, നല്ല ചൂടാറിയിക്കണേനും. അപ്പം ഇനി അതങ്ങോട്ട് മൂടി വെച്ച് അതങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇനി കറി വെക്കാനൊരു പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അത് ആ കറിക്കുള്ള ഉള്ളിയൊന്നൊക്കെ തോലൊളിച്ച് വെച്ചിട്ടുള്ളൂ, കെഗിയിട്ടൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇഞ്ചി ആണെങ്കിൽ ചുക്കയിക്കണം കേട്ടോ, എന്നാലും വേണ്ടില്ല. അത് നമുക്ക് ഇതിക്ക് എങ്ങനെയും ഇടണം. കറിക്ക് എന്തായാലും ഇഞ്ചി വേണം. ഉള്ളിയൊക്കെ ഞാൻ എന്താട്ടി വലിയ പോണയൊക്കെ തൊലിച്ചുമ്പോൾ തന്നെ ഒന്നങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കെകിങ്ങാണ്ട് ഈ പാത്രത്തിൽ തന്നെ വാരിയിട്ടുണ്ട്. ഇഞ്ചി അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിങ്ങാണ്ട് കൂട്ടാനാണ്. അപ്പം അതും അതവിടെ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചി ഞാനൊന്ന്
ചെറുതായിട്ടൊന്ന് ചതച്ച് നോക്കി. അപ്പം ചതയണില്ല കേട്ടോ. അപ്പം ഒരു കുണ്ടില്ല പാത്രത്തിൽ കിടന്ന് നല്ലോണം കുത്തി ചതച്ചതും അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ മിക്സിയുടെ ജാറെടുത്ത് തോരനത്തേക്ക് ലേശം തേങ്ങ ചതക്കാണ്ട്. അപ്പം ഒരു പൊടി തേങ്ങ കേട്ടോ, ഒരു പൊടി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകവും പച്ചമുളക് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക കേട്ടോ. വല്ലാതെ ഇങ്ങോട്ട് അരക്കാനൊന്നും വേണ്ട, ചെറുതായിട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കുക. അങ്ങനെ വേറൊരു ജാറ് എടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങ അയക്കുമ്പാടെ ഇട്ട് കൊടുക്കട്ടെ. തേങ്ങാപ്പാൽ എടുക്കണം, എന്നാൽ ഒരു പോക്കിൽ രണ്ടും ഇങ്ങോട്ട് ശരിയാക്കി എടുക്കാനാണ് കേട്ടോ. പച്ചത്തേങ്ങയാണ്. അപ്പോൾ പിന്നെ നല്ല തേങ്ങാപ്പാലുണ്ടാവും. അങ്ങനെ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, അതൊന്നും ഇങ്ങോട്ട് ചതച്ച് ആദ്യം എടുക്കട്ടെ കേട്ടോ. കാരണം കേബേജ് നല്ല പാകത്തെ വേവായിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ. അപ്പം ഞാൻ ഇത് മോനൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേബേജ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല പാകത്തെ വേവായി. ഇതിലേക്ക് തേങ്ങ ചതച്ചതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റും കേബേജൊക്കെ ഹാഫ് വേവിൽ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇനി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും പാടെ ഇങ്ങനെ അടുപ്പത്ത് വെക്കണം. മൂടി വെക്കാതെ വെക്കുകയാണ് കേട്ടോ. ഞാൻ കേബേജിൽ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. തേങ്ങ ചതക്കുമ്പോൾ അതിലാണ് പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഒരുപാട് മുളകൊന്നും വേണ്ടല്ലോ, ഉപ്പേരി ആകുമ്പോൾ വല്ലാത്ത എരി പറ്റൂലല്ലോ. അങ്ങനെ കേബേജും പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വൈതനങ്ങ നുറുക്കിങ്ങാണ്ട് വെള്ളത്തിലിട്ടിരുന്നു. അപ്പം ഞാൻ ഓരോന്നായിട്ട് കറി വെക്കണം വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 2 കേടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വെച്ചാൽ ഒരാൾക്ക് കിട്ടിയില്ല മറ്റാൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയായി. കാരണം അപ്പം ഞാൻ വൈതനങ്ങ ഒരു വൈതനങ്ങ 4 കഷ്ണമായിങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് അടുക്കി പെറുക്കി വെക്കുകയാണ്. രണ്ടടുപ്പത്തും പെട്ടെന്ന് പണി തീർക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അതും ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഈ വൈതനങ്ങളുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. തീ നല്ലോണം കുറച്ച് വെക്കണം. ഇത് നല്ല കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് മാങ്ങി വെച്ചിക്കണം. ഒരുപാട് നേരമൊന്നും അടുപ്പത്ത് എണ്ണയിൽ കടക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കറിയിൽ കടന്നൊന്നും പാട് വേവാണ്ടല്ലോ. അപ്പോൾ പാകത്തെ വേവാവും, എന്നാൽ ഉടഞ്ഞോട്ട് പോരുമില്ല. ഒന്നാവുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉടയില്ല കേട്ടോ. അങ്ങനെ ആ എണ്ണയ്ക്ക് തന്നെ ലേശം കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതൊന്നും ഇങ്ങോട്ട് പൊട്ടിപ്പൊരിഞ്ഞതിൻ്റെ ശേഷം 2 മണി ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലേശം വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടാക്കിയിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ചെറുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ നേരത്ത് വേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ. ഞാൻ വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് കൊടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ അതിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കടന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ലേശം വേപ്പിൻ്റെ ഇല ഇപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി നുറുക്കി വെച്ചതും പാടെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം ഞാനിത് തീ കുറച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുകയാണ്. അതിൻ്റെ ശേഷം മീനൊന്ന് മറിച്ചിടുകയാണ് കേട്ടോ. കാരണം കുറച്ച് നേരമായി അടുപ്പത്ത് വെച്ചിട്ട് മീൻ വല്ലാതെ അങ്ങോട്ട് മുരിയാൻ പറ്റൂല. ശാലൂന് നല്ല മത്തിയൊക്കെ ആണെങ്കിൽ നല്ല മുരിയണം. മീൻ മുരിഞ്ഞാലാണ് വലിയ രസമില്ല. അതിൻ്റെ ശേഷം ഞാൻ മോനൂനോട് ഇറങ്ങി തേങ്ങ ഒന്നും ഇങ്ങോട്ട് മിക്സിയിലൊന്നും ഇങ്ങോട്ട് അടിച്ചാട്ടടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓനത് കറി വെക്കാനല്ലേ വെച്ചിട്ട് നല്ല നൈസായി ഇങ്ങോട്ട് അരച്ചുകൊണു. നല്ല അങ്ങോട്ട് അരച്ചുകൊണു. പിന്നെ പുതിയ മിക്സി അല്ലേ, അപ്പോൾ പിന്നെ അരവൊക്കെ കൂടി എന്നാലും വേണ്ടില്ല. അതിൻ്റെ പാലൊന്നും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശീലുണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അതിനായിട്ട് ഞാൻ ഷാളിൻ്റെ കഷ്ണം ഇങ്ങനെ ചീന്തി വെച്ചിക്കുക. കോട്ടൻ്റെ ശീലയിലാവുമ്പോൾ എന്താല്ലത് ചോദിച്ചാൽ ആ ശീല അങ്ങോട്ട് കയറും. ഇതൊരു അബായുടെ ഷാളായിരുന്നു, അത് വെട്ടി ശരിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴും ആവശ്യമല്ലതല്ലേ. അതിൻ്റെ ശേഷം ഞാൻ കറി ഒന്ന് മസാല ഇട്ട് കൊടുക്കാണ്ട്. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളകും പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മസാലയുടെ പച്ചമണം പോവോളം അങ്ങോട്ട് വാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ലേശം പുളിയും പാകത്തിന് വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് ഒന്ന് നല്ല വെട്ടി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പ് ലേശം കമ്മിയുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോൾ ഒന്നങ്ങോട്ട് മൂടി വെക്കാം, എന്നാൽ പെട്ടെന്നുണ്ടല്ലോ തിളക്കാൻ. അതിൻ്റെ ശേഷം ഞാൻ പാത്രങ്ങളൊന്ന് അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. എന്താ വെച്ചാൽ ഒരടുപ്പേ തിജ്ജ് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കിടും. അപ്പോൾ ഇത് പിന്നെ കൂട്ടി കടന്നാലും കുഴപ്പമില്ലല്ലോ. കാരണം ഇത് കുറച്ച് വെക്കേണ്ടെന്ന് ആവശ്യമില്ല. മീൻ പൊരിച്ചതാണെങ്കിൽ തീ കുറച്ച് വേവിച്ചാണല്ലോ നല്ലത്, എന്നാൽ പാകത്തെ വേവും. അങ്ങനെ വൈതനങ്ങ ഇട്ടുകൊടുത്ത് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് കറി നല്ലോണം തിളക്കണുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വല്ലാതെ ഒന്നും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടില്ല. കാരണം കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കണത് നമുക്ക് നൂൽപുട്ടുക്കും വേണം, അതുകൊണ്ടാണ്. പിന്നെ ആ ചൂടോടുക്കുന്നത് ലേശം മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുത്ത് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് തുറക്കണത്.
കറിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, പാകത്തെ കുറുക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.